എല്ലാവർക്കും നമസ്കാരം. ഇന്ന് ഞാൻ ഒരു ചെറിയൊരു വീഡിയോ ആയിട്ട് വന്നിരിക്കുന്നത് കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഒരു കുഞ്ഞു വീഡിയോ ഇഷ്ടമാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും കൂടെ ഷെയർ ചെയ്യാനും പിന്നെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബും കൂടെ ഒന്ന് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം. അപ്പോൾ ഇന്നലത്തെ വൈകുന്നേരം ചെറുതായിട്ടൊരു മഴയുള്ളത് കൊണ്ട് തന്നെ നമുക്ക് എല്ലാവരുടെയും ഒന്ന് ചെറുതായിട്ടൊന്ന് തണുപ്പ് കിട്ടിയിട്ടുണ്ട്. അല്ല ചൂടെടുത്തിട്ട് നമുക്ക് ഇരിക്കാൻ പറ്റാത്ത അവസ്ഥയിലായിരുന്നു കേട്ടോ. അപ്പോൾ ഒരു ചെറിയൊരു സമാധാനമായിട്ടുണ്ട്, തണുപ്പ് ആശ്വാസമുണ്ട് കേട്ടോ, ചൂട് കുറവുള്ളത് കൊണ്ട് തന്നെ. അപ്പോൾ രാവിലെ തന്നെ ഇതാ മണിക്കൂട്ടനും മാളൂട്ടിയും ബ്രഹ്മയോഗം കാണാനായിട്ട് ഇരിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ നമ്മുടെ വീഡിയോ എന്ന് വെച്ചാൽ മണിക്കൂട്ടനാണ് വീഡിയോ ഇട്ടിട്ട് ടി വി ഇട്ടതിന് ശേഷം അവനാണ് വീഡിയോ എടുക്കാനൊക്കെ നടക്കുന്നത് കേട്ടോ. അപ്പോൾ അവൻ തന്നെ ഒന്ന് എല്ലാവർക്കും ഒന്ന് കാണിച്ചു കൊടുക്കും. നമ്മുടെ വീട്ടിലെ വിശേഷങ്ങളെക്കുറിച്ചൊക്കെ കാണിച്ചു കൊടുക്കേണ്ട അമ്മ എന്നിട്ട് എൻ്റെ അടുത്ത് ചോദിച്ചിട്ടാണ് കേട്ടോ അവൻ വീഡിയോ എടുത്തത്. അപ്പോൾ ഞാൻ 2-3 ദിവസമായിട്ട് ഞാനും വേറൊരു ചേച്ചിയും വിളിച്ചിട്ട് എല്ലാവിടെയും പെയിൻ്റ് അടിയായിരുന്നു കേട്ടോ. അപ്പോൾ ഞങ്ങൾക്ക് പെയിൻ്റ് അടിക്കാനൊന്നും അറിയില്ല. അപ്പോൾ കുറച്ച് പെയിൻ്റൊക്കെ വാങ്ങിച്ചിട്ട് എല്ലാവിടെയും അടിച്ചു വിട്ടതായിരുന്നു കേട്ടോ. വേലയല്ലേ വരാൻ പോകുന്നത്, മെയ് 25-ാം തീയതി മംഗലം വേലയാണ്. അതുകൊണ്ട് തന്നെ നമുക്ക് ഒരുവിധം കുട്ടികളൊക്കെ ചളിയൊക്കെ ആക്കി അവിടെയൊക്കെ എല്ലാവിടെയും ഒന്ന് പെയിൻ്റൊക്കെ അടിച്ചു വിട്ടു കേട്ടോ. അപ്പോൾ വലിയ കുഴപ്പമില്ലാത്ത രീതിയിൽ അടിച്ചിട്ടുണ്ട് എന്നൊക്കെയാണ് ഏട്ടൻ പറയുന്നത്. അങ്ങനെ പെയിൻ്റ് അടിയൊക്കെ കഴിഞ്ഞതിന് ശേഷം ഞാനൊരു 2 ദിവസം വീട്ടിൽ പോയിട്ട് ഇരുന്നിട്ട് വന്ന ഒരു ക്ഷീണമാണ് കേട്ടോ. മൊത്തം അലമ്പായിട്ട് കിടക്കുകയാണ്. അപ്പോൾ ഞാൻ ഇന്നലെ വൈകുന്നേരമാണ് കേട്ടോ വന്നിട്ടുണ്ടായിരുന്നത്. അതുകൊണ്ട് തന്നെ ഒന്ന് ഒതുക്കാനൊന്നും പറ്റിയിട്ടില്ല കേട്ടോ. അപ്പോൾ മൊത്തം അലമ്പ് അവിടുത്തെ സാധനങ്ങളൊക്കെ കിടക്കുന്നുണ്ട്. അപ്പോൾ ഒന്ന് ഒതുക്കി വരാനുണ്ട് കേട്ടോ. അപ്പോൾ എല്ലാവരും വിചാരിക്കേണ്ട മൊത്തം അലമ്പാണല്ലോ എന്നല്ലേ, അലമ്പായിട്ട് തന്നെ ആട്ടോ കിടക്കുന്നത്. നല്ല ഒതുക്കി വരാൻ പോകുന്നേ ഉള്ളൂ. അപ്പോൾ രാവിലെ തന്നെ മണിക്കൂട്ടം വീഡിയോ ആയിട്ട് വരുന്നത് ഞാൻ ഒട്ടും വിചാരിച്ചില്ല കേട്ടോ. ഏട്ടൻ രാവിലെ തന്നെ വർക്കിന് പോയിട്ടാ. അമ്മ അതാ പുറത്തുണ്ട്. പിന്നെ എന്താണ് മാളൂട്ടി പിന്നെ ടി വിയുടെ അടുത്തിരിക്കുന്നുണ്ട്. മണിക്കൂട്ടുന്ന ഫോൺ കഴിഞ്ഞ് നടക്കുന്നത്. ഞാൻ ഇവിടെ മുകളിൽ അലക്കായിരുന്നു കേട്ടോ. അപ്പോഴാണ് ഫോണും കൊണ്ട് വന്നിട്ടുണ്ടായിരുന്നിട്ട് അമ്മ കിടക്കുന്ന റൂമാണ് കേട്ടോ. അമ്മ കിടക്കുന്ന റൂമിൽ പ്രത്യേകിച്ച് ഒന്നും കാണാനൊന്നും ഇല്ല. അപ്പോൾ മണിക്കൂട്ടൻ എന്താണെങ്കിൽ എടുത്തു എന്ന് മാത്രമേ ഉള്ളൂ കേട്ടോ. അപ്പോൾ അതിൽ ഫുള്ളായിട്ട് ദൈവത്തിൻ്റെ ഫോട്ടോ, അതേപോലെ തന്നെ വിളക്കെണ്ണ, തിരി, അങ്ങനത്തെ സംഭവങ്ങളാണ് കൂടുതലായിട്ട് ഉണ്ടാവുക കേട്ടോ. പിന്നെ അതേപോലെ BP നോക്കുന്നത്, ഷുഗർ നോക്കുന്ന സംഭവങ്ങൾ, അങ്ങനത്തെയൊക്കെയാണ് അമ്മയുടെ ഷെൽഫിൽ ഉള്ളത്. മുകളിലത്തെ ഫാന് അധികം സ്പീഡേ ഇല്ല കേട്ടോ. അപ്പോൾ അതുകൊണ്ട് തന്നെ അമ്മ ടേബിൾ ഫാൻ എടുത്ത് വെച്ചിട്ടാണ് അമ്മ കിടക്കുന്നത് കേട്ടോ. രാവിലെ തന്നെ വേറെ പ്രത്യേകിച്ച് പണികളൊന്നും ആയിട്ടില്ല എൻ്റെ. അപ്പോൾ അത് അമ്മ രാവിലെ കഴിക്കാനിരിക്കുകയാണ്. പിന്നെ ഇതാണ് എൻ്റെ ലോകം എന്ന് പറയാനായിട്ട് കേട്ടോ. എൻ്റെ ലോകം എന്ന് പറഞ്ഞാൽ നമ്മൾ കുറേ പേരുണ്ടല്ലോ, നമ്മുടെ യൂട്യൂബേഴ്സ് എന്നൊക്കെ പറയില്ലേ, അത് നമ്മളൊക്കെ എല്ലാവരും ചെയ്യുന്ന നമ്മുടെ ഈ ലോകം എന്ന് പറയുന്നത് ഈ അടുക്കള തന്നെയാണ്. എൻ്റെ ലോകം ഈ അടുക്കള തന്നെയാണ് കേട്ടോ. അപ്പോൾ ഏട്ടൻ എന്തെങ്കിലും പറയുമ്പോൾ എന്തെങ്കിലും ടി വിയിൽ എന്തെങ്കിലും കാണിച്ചു തരും, അല്ലെങ്കിൽ എന്തെങ്കിലും കാണിക്കാനൊക്കെ വിളിക്കുന്ന സമയത്ത് എൻ്റെ അടുത്ത് പുറത്ത് പോകാൻ പറയുമ്പോൾ എന്തെങ്കിലും പണിയിലായിരിക്കും. അപ്പോൾ ഏട്ടൻ പറയും നിൻ്റെ ലോകം അടുക്കള തന്നെ, എപ്പോഴും അവിടെ തന്നെ ഇരുന്നോന്നുകൊണ്ട് പറയണ്ട. നിങ്ങളൊക്കെ അങ്ങനെ പറയാറുണ്ടോയെന്ന് എനിക്കറിയില്ല കേട്ടോ. പക്ഷെ എന്നെ എപ്പോഴും പറയും നിൻ്റെ ലോകം തന്നെയല്ലേ, നീ അവിടെ ഇരുന്നോ എന്ന് പറഞ്ഞിട്ട് പറയണ്ട. പിന്നെന്താണ് വിശേഷങ്ങൾ? അപ്പോൾ ഞാൻ ഈ അടുക്കളയിൽ നമ്മുടെ ഈ വീട്ടിലെ വിശേഷങ്ങളെല്ലാം ഞാൻ നേരത്തെയും കാണിച്ചിട്ടുണ്ടായിരുന്നു. ഒന്നുകൂടി കാണിച്ചൊന്ന് മാത്രമേ ഉള്ളൂ കേട്ടോ. പിന്നെന്താണ് പറയാനായിട്ട് നമ്മുടെ വീട്ടിലെ വിശേഷങ്ങൾ? ഇതൊക്കെ തന്നെയാണ് നമ്മുടെ വീട്ടിലെ വിശേഷങ്ങൾ പറയാനായിട്ടുള്ളത്. അപ്പോൾ മാളൂട്ടിക്ക് കഴിഞ്ഞ ദിവസം ഓർഡർ ചെയ്ത് വാങ്ങിച്ച സാധനം ഉണ്ടോ, മറ്റേ ഈ ഹൂള ഹൂപ്പിൻ്റെ മാളൂട്ടി ചെയ്യേണ്ടിയിട്ട് നന്നായി കറക്കുന്നുണ്ട്. പിന്നെ അത് മണിക്കൂട്ടിൻ്റെ ഡ്രമ്മിൻ്റെ അവനുണ്ടാക്കി അതാണ് കേട്ടോ, ടയറിൽ വെച്ച സംഭവമാണത്. ഇത് ബാത്റൂമിനെ കുറിച്ച് പ്രത്യേകിച്ച് പറയാനൊന്നും ഇല്ലല്ലോ, കാണിച്ചു എന്ന് മാത്രമേ ഉള്ളൂ. അപ്പോൾ പിന്നെ മുകളിൽ വിശേഷങ്ങൾ പറയാൻ പ്രത്യേകിച്ചൊന്നും ഇല്ല. രാവിലെ തന്നെ ആരെങ്കിലും ഈ പ്രേതത്തിൻ്റെ സിനിമ കണ്ടുകൊണ്ടിരിക്കുമോ? അതാ നമ്മുടെ മാളൂട്ടി കണ്ടുകൊണ്ടിരിക്കുന്നത്, സീരിയസ് ആയിട്ടിരുന്ന് കണ്ടുകൊണ്ടിരിക്കുന്നുണ്ട് കേട്ടോ. ഡോറൊക്കെ അടച്ചിട്ടാണ് ഇരിക്കുന്നത് കേട്ടോ. രാവിലെ ചായ കുടിയും കഴിഞ്ഞിട്ട് അവൾ ഇരിക്കുന്ന സീനാണ് അവിടെ. അതാ ഇവിടെയൊക്കെ മൊത്തം അലമ്പ് പറയാനൊന്നുമില്ല, അതൊക്കെ വിത്താണ് കേട്ടോ, നമ്മുടെ നെല്ലിൻ്റെ വിത്താണ്. ഇതവിടെ തേങ്ങയാണ് കേട്ടോ, നമ്മൾ കൊപ്ര ആട്ടിയിട്ടില്ല. അപ്പോൾ വേലയുടെ സമയമാകുമ്പോഴേക്കും നമുക്ക് ആട്ടിയിട്ട് വരാമെന്ന് വെച്ചിട്ടുണ്ട്. ഇതൊക്കെ നമ്മുടെ മണിക്കൂട്ടിൻ്റെയും മാളൂട്ടിൻ്റെയും സംഭവങ്ങളാണ് കേട്ടോ. ബോട്ടിലാട്ടോ അങ്ങനെ എന്തൊക്കെയൊക്കെയോ ചെയ്ത് വെച്ചിട്ടുണ്ട് അവനവിടെ. ഇപ്പോൾ കുറേ കുപ്പികളൊക്കെ പെറുക്കിയിട്ടൊക്കെ വന്നിട്ട് അവൻ അതിലൊക്കെ വരച്ചിട്ടും അങ്ങനെ മരത്തിൻ്റെയും ഓരോ രീതിയിലൊക്കെ വരച്ചിട്ടൊക്കെ, അതേപോലെ തന്നെ പേപ്പർ ഒട്ടിച്ചിട്ട് പേപ്പർ ക്രാഫ്റ്റ് അങ്ങനെ പല രീതിയിലൊക്കെ ചെയ്യാറുണ്ട് കേട്ടോ മണിക്കൂട്ടൻ. അപ്പോൾ അങ്ങനെയൊക്കെ ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു ഷെൽഫിൽ. ഞാൻ കഴിഞ്ഞ ദിവസം ഒരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു. അത് ഞാൻ എൻ്റെ വീട്ടിൽ വെച്ചിട്ടായിരുന്നു ഇട്ടിട്ടുണ്ടായിരുന്നത്. പക്ഷേ അതെനിക്ക് ഇടുമ്പോഴേക്ക് തന്നെ കമൻറ്റ് ഓരോരുത്തർ പല രീതിക്കായിരുന്നു നെഗറ്റീവായിട്ടും വന്നു. അതെനിക്ക് ഭയങ്കര വിഷമമായി. അതുകൊണ്ട് ഞാനത് കളഞ്ഞു കിട്ടാം. അപ്പോൾ അവർ തന്നെ പറഞ്ഞു നിങ്ങൾ വേറെ രീതിക്കാണോ ചിന്തിക്കുന്നത്, ക്യാഷിന് വേണ്ടിയിട്ടാണെന്നുള്ള മെസ്സേജൊക്കെ വന്നപ്പോൾ എനിക്ക് ഭയങ്കര വിഷമമായി. പക്ഷേ ഞാൻ എന്തെങ്കിലും കിട്ടിയാൽ എൻ്റെ വീട്ടുകാർക്കും കൂടി ഒരു താങ്ങായിക്കോളും എന്ന് വിചാരിച്ചിട്ട് മാത്രമാണ് കേട്ടോ അങ്ങനെ ഒരു വീഡിയോ ഇട്ടതല്ലാതെ ഇതിൽ നെഗറ്റീവായിട്ട് ചിന്തിക്കേണ്ട കാര്യമില്ല. ഞാൻ എൻ്റെ വീട്ടുകാരെക്കുറിച്ച് മാത്രമാണ് ഇട്ടത്. എൻ്റെ വീട്ടിലെ ചുറ്റുപാടും കാര്യങ്ങളും മാത്രമാണ് ഞാൻ ഇട്ടത്. അപ്പോൾ എനിക്ക് നെഗറ്റീവ് കമൻറ്റ്സ് വന്നപ്പോൾ ഭയങ്കര വിഷമമായി എന്ന് മാത്രം. അപ്പോൾ അത് നെഗറ്റീവായിട്ട് നിങ്ങൾ ആരും വിചാരിക്കരുത്. അതാണ് എൻ്റെ ജീവിതം, ഞാൻ ജീവിച്ച് വന്ന രീതിയാണത്. അത്രേ എനിക്ക് പറയാനുള്ളൂ. പിന്നെ ഞാൻ അങ്ങനത്തെ ഇടാതിരിക്കാനായിട്ട് മാക്സിമം ശ്രമിക്കാം കേട്ടോ.
പിന്നെന്താണ് പറയാനുള്ളത്? അത് കാര്യമില്ല, എനിക്കിത് വിഷമമായിപ്പോയി. അപ്പോൾ ഞാനത് നിങ്ങളോടും കൂടി പറഞ്ഞെന്ന് മാത്രമേ ഉള്ളൂ കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് ടെൻഷൻ അടിക്കേണ്ട കാര്യമൊന്നുമില്ല. അപ്പോൾ ഞാനിത് നെഗറ്റീവായിട്ട് പറഞ്ഞു എന്ന് തോന്നുകയാണെങ്കിൽ എനിക്കൊന്നും ചെയ്യാൻ കഴിയില്ല. എനിക്ക് സങ്കടം വന്നപ്പോൾ ഞാൻ നിങ്ങളോടും കൂടി ഷെയർ ചെയ്ത് മാത്രമേ ഉള്ളൂ കേട്ടോ. ഇത്രയേ ഉള്ളൂ പറയാനായിട്ട്. അത് കാര്യമില്ല കേട്ടോ, ഞാൻ ഇതിനെക്കുറിച്ച് കൂടുതലായിട്ട് പറയുന്നില്ല. അപ്പോൾ നമ്മുടെ വീട്ടിലെ ചുറ്റുപാട് അത് നമ്മുടെ മാങ്ങ ഇതാണ് കേട്ടോ. പറിച്ചിട്ട് പോയി തേങ്ങ കുറച്ച് ഉണക്കാനിട്ടിട്ടുണ്ട്. ഇത് കുറച്ചുകൂടി ആയിന്ന് വെച്ചാൽ മാത്രമേ നമുക്കത് എണ്ണയാട്ടിട്ട് വരാനായിട്ട് കഴിയൂ കേട്ടോ. അപ്പോൾ നമ്മുടെ പ്രാവിൻ്റെ കൂട് ഇപ്പുറത്തുനിന്ന് അപ്പുറത്ത് നമ്മുടെ തറവാടാണല്ലോ. അപ്പോൾ ഇവിടെ നിന്ന് നോക്കി പറഞ്ഞാൽ കറക്റ്റായിട്ട് കിട്ടുന്നുണ്ടോ. അപ്പോൾ ഇതിലൂടെ കിടക്കാനൊന്നും പറ്റില്ല, താഴത്തോടെ തന്നെ വരണം കേട്ടോ. ഇവിടെ മൊത്തം അലമ്പായി കിടക്കുന്ന സ്ഥലം കേട്ടോ. വേറെ ഒന്നുമല്ല, ഇവിടെയാണ് നമ്മുടെ വാഷിംഗ് മെഷീനൊക്കെ വെച്ചിരിക്കുന്നത്. അത് കുറേ വർഷമായി, കുറേ പഴക്കമായിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അതിൽ വെള്ളം ലീക്കായിട്ട്, പൈപ്പിൻ്റെ വെള്ളം ലീക്കായിട്ട് ഇതിൽ കൂടെ വന്നുകൊണ്ടിരിക്കുക കേട്ടോ. അപ്പോൾ ലാസ്റ്റ് എന്നിട്ട് അടിച്ച് കളയുക ചെയ്യുക. അതെനിക്ക് വല്ലാത്തൊരു പണിയാണത്. ഞാൻ മഴയായപ്പോൾ ഞാൻ ഇവിടെ കഴുകിയിട്ടെന്ന് മാത്രം, അല്ലെങ്കിൽ താഴെ തന്നെയാണ് കഴുകിയിടാറുള്ളത് കേട്ടോ. സ്കൂളൊക്കെ തുറക്കാൻ പോലെ അപ്പോൾ ഞാൻ ബാഗും എല്ലാം തന്നെ ഒന്ന് കഴുകിയിടാന്ന് വെച്ചിട്ട് ഒക്കെ എടുത്തതാണ് കേട്ടോ. ഞാൻ രാവിലത്തെ എൻ്റെ അലക്കിയിടൽ അങ്ങനെ കുറച്ച് പണികളൊക്കെ കഴിഞ്ഞു. നല്ല വിശപ്പുണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ എന്തായാലും ഭക്ഷണം കഴിക്കട്ടെ. അപ്പോൾ നിങ്ങളൊക്കെ കഴിച്ചിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. എനിക്കിവിടെ സ്പെഷ്യൽ പറയാനൊന്നുമില്ല കേട്ടോ. അപ്പോൾ ഞാൻ കാണിച്ചു തരാം എൻ്റെ സ്പെഷ്യൽ എന്തൊക്കെയാണെന്നുള്ളത് കേട്ടോ. ഞാനത് ചോറ് എടുക്കട്ടെ. അടിപൊളി പുളിയോരയ്ക്കും മാങ്ങയുടെയും കറിയാണ് കേട്ടോ. അപ്പോൾ നമ്മൾ വിഷുവിന് പുളിയോരയ്ക്ക് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. അതിൻ്റെ പകുതിയോളം വെച്ചിട്ടുണ്ടായിരുന്നുള്ളൂ കേട്ടോ. അപ്പോൾ ബാക്കി പകുതിനെ ഞാൻ വാങ്ങിയിട്ടിട്ട് കറി വെച്ചതാണ്. അപ്പോൾ പിന്നെ ഉള്ളത് നമ്മുടെ ഇരുമ്പമ്പുളി കൊണ്ടുള്ള അച്ചാറാണ്. അപ്പോൾ ഞാൻ വീട്ടിൽ പോയിട്ട് വന്നപ്പോൾ അമ്മ അവിടെ നിന്ന് പാക്ക് ചെയ്ത് തന്നതാണ് കേട്ടോ. സ്പെഷ്യൽ വേറെ പ്രത്യേകിച്ചൊന്നുമില്ല. പിന്നെ നമ്മുടെ മാങ്ങ ഉപ്പിലിട്ടത് ഞാൻ ഇന്നലെ വൈകുന്നേരം ഇട്ടതാണ്. ചെറുതായിട്ട് ഉപ്പ് പിടിച്ചിട്ട് ചെനിഞ്ഞ മാങ്ങയാണ് കേട്ടോ. അതുകൊണ്ട് തന്നെ നല്ല ടേസ്റ്റ് ഉണ്ട് നമ്മുടെ മാങ്ങ ഉപ്പിലിട്ടത്. അപ്പോൾ ഇതിത്ര മാത്രമേ ഉള്ളൂ കേട്ടോ എൻ്റെ കറി. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും തന്നെ ഈ ഒരു കുഞ്ഞു വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടാകുമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഞാൻ ഭക്ഷണം കഴിക്കട്ടെ കേട്ടോ. അപ്പോൾ ഞാൻ ഈ മാങ്ങയുടെ വെള്ളം ഒഴിച്ചിട്ട് വരെ ചോറിനാറുണ്ട് കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് അങ്ങനെ ചെയ്യാറുണ്ടോ എനിക്കറിയില്ല. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും വേണ്ടി അടുത്ത നല്ലൊരു വീഡിയോയിലൂടെ നമുക്ക് വീണ്ടും കാണാം. അപ്പോൾ ഞാൻ എൻ്റെ സങ്കടങ്ങൾ നിങ്ങളുടെ അടുത്ത് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് വിഷമമാവാൻ വേണ്ടിയിട്ടല്ല കേട്ടോ. അപ്പോൾ ഞാൻ എൻ്റെ ഒരു ഇത് പറഞ്ഞൊന്ന് മാത്രമേ ഉള്ളൂ കേട്ടോ. എല്ലാവരും എന്നെ സപ്പോർട്ട് ചെയ്യുമെന്ന് വിചാരിക്കുന്നു. എങ്കിലും ഇപ്പോൾ അടുത്ത നല്ലൊരു വീഡിയോയിലൂടെ നമുക്ക് വീണ്ടും കാണാം.